3 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യ ആസൂത്രിത നീക്കം നടത്തിയതായി മൊഴികൾ. അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി മകൻ. ലഹരി സംഘത്തിൻ്റെ കൊലക്കെറ്റിക്കിരയായി യുവാവ്. കാക്കിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ പയ്യന്നൂരിൽ ചെറുമകൻ്റെ മർദ്ദനമേറ്റ വയോധിക മരിച്ചു. 88 വയസ്സുള്ള കാർത്തിയായനിയാണ് മരിച്ചത്. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയായനി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ചികിത്സയിലിരിക്കെയാണ് കല്യാണി അമ്മയുടെ മരണം സംഭവിച്ചത്. മറ്റു വിവരങ്ങൾ കൂടി. ഈ മാസം 11-നായിരുന്നു പേരമകനായ റിജു മുത്തശ്ശി കാർത്തിയായനിയെ ക്രൂരമായി മർദ്ദിച്ചത്. കൈക്കും തലയ്ക്കും ഉൾപ്പെടെ ഗുരുതര പരിക്കുകളോടെ അന്ന് തന്നെ കാർത്തിയായനിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. തലയ്ക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അടുത്ത ദിവസം തന്നെ കാർത്തിയായനി കോമയിൽ ആവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 ദിവസത്തോളമായി. 10 ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 9 മണിയോടുകൂടി ഈ കാർത്തിയായനിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. അതായത് ഈ അസുഖബാധിതയായ മുത്തശ്ശി തങ്ങളോടൊപ്പം താമസിക്കുന്നതിനുള്ള വിരോധം കാരണമാണ് ഈ റിജു മുത്തശ്ശിയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തല പിടിച്ച് ഭിത്തിയിലടിക്കുകയും അതുപോലെ തന്നെ കൈകൾ പിടിച്ച് തിരിക്കുകയും ചെയ്തിരുന്നു. ഈ കൈ പിടിച്ച് തിരിച്ചതിൽ നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ തൊലിക്കൊക്കെ ഒരു മാർദ്ദവം വരും. അത്തരത്തിൽ ഈ റിജു കൈ പിടിച്ച് തിരിച്ചതിൽ തൊലി അടർന്നു പോകുന്നൊരു ഭീകരാവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിരുന്നു. തല പിടിച്ച് ഭിത്തിയിലടിച്ചത് തലയ്ക്കുള്ളിൽ ആഴത്തിൽ മുറിവ് പറ്റിയിരുന്നു. മാത്രമല്ല, തലച്ചോറിൽ ഉൾപ്പെടെ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ഈ 10 ദിവസത്തെ ചികിത്സയിലും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. KP മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുനലൂരിൽ മധ്യവയസ്കനെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ കുതിരച്ചിറ ജോഫി ഭവനിൽ സാബു ജോർജ് മാത്യുവാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കാണാനിരുന്ന് കാട്ടി നേരത്തെ ബന്ധുക്കൾ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനായി എത്തിയ തൊഴിലാളിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സാബു ജോർജിനെ കാണാനില്ലെന്ന് കാട്ടിയാണ് ബന്ധുക്കൾ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബ വീടിന് സമീപത്ത് വെച്ചായിരുന്നു കാണാതായത്. പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന ഭാഗത്തു നിന്നും 500 മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തി വരവെയാണ് റബ്ബർ തോട്ടത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുമെന്നും പുനലൂർ പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. കൊലപാതകം നടത്തി ഒളിവിൽ പോയ പ്രതി 30 വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായി. കന്യാകുമാരി വേൽക്കിളമ്പി സ്വദേശി രാജപ്പനാണ് പോലീസിന്റെ വലയിലായത്. 30 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശി പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ജാമ്യമെടുത്ത് മുങ്ങിയതാണ് രാജപ്പൻ. നെയ്യാറ്റിൻകര DSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്രതി രാജപ്പൻ പോലീസിന്റെ വലയിലായത്. പോലീസിന്റെ വരവ് മനസ്സിലാക്കി രാജപ്പൻ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ധനുവച്ചപുരം സ്വദേശിയായ പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് രാജപ്പൻ. ഈ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങിയ രാജപ്പന്റെ പേരിൽ മൂവാറ്റുപുഴയിലും മറ്റൊരു കേസുണ്ട്. തുടർന്ന് ഇത്രയും കാലം ഒളിവിൽ കഴിയുകയായിരുന്നു രാജപ്പൻ. മൊബൈൽ ഫോണുകളില്ലാത്തതും നാട്ടിൽ സുഹൃത്ത് വലയങ്ങളില്ലാത്തതും രാജപ്പന്റെ ഒളിവ് ജീവിതത്തിന് സഹായമായി.
ഇക്കാലം അത്രയും മാറി മാറി വന്ന പല ഉദ്യോഗസ്ഥരും രാജപ്പനായി തെരച്ചിൽ നടത്തി. ഇതിനിടയിലാണ് കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപം വേൽക്കിളമ്പി എന്ന സ്ഥലത്ത് പ്രതി ഒളിവിൽ കഴിയുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് DSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് സംഘം തക്കലയിലെത്തി. തുടർന്ന് നിരീക്ഷണ വലയത്തിനുള്ളിലായ രാജപ്പനെ തന്ത്രപരമായി കുടുക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു. നെടുമങ്ങാട് സ്വദേശി ഓമനയാണ് മരിച്ചത്. മകൻ മണികണ്ഠനെ പോലീസ് പിടികൂടി. മദ്യപിച്ച് വന്ന മണികണ്ഠൻ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ഓമനയുടെ പല്ലുകൾ പൊട്ടിയിരുന്നതായും പോലീസ്. തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടയിലാണ് സംഭവം. മദ്യലഹരിയിലെത്തിയ മകൻ മണികണ്ഠൻ അമ്മ ഓമനയെ അതിക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനത്തിനിടയിൽ ചവിട്ടേറ്റ് അമ്മ മരിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്ക് പറ്റിയ ഓമനയെ മകളും ചെറുമകനും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മദ്യലഹരിയിലായിരുന്ന മണികണ്ഠൻ വീട്ടിലെത്തിയ അമ്മയുമായി തർക്കമുണ്ടാവുകയും രാത്രി 10 മണിയോടുകൂടി അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. മണികണ്ഠൻ ഭാര്യയും മക്കളുമായി ഒറ്റയ്ക്ക് പിണങ്ങി താമസിക്കുകയാണ്. നാട്ടുകാരെത്തുമ്പോഴേക്കും അമ്മയ്ക്ക് മർദ്ദനമേറ്റിരുന്നു. അമ്മ ഓമനയുടെ പല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. നിലവിൽ മകൻ മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനം, തിരുവനന്തപുരം. സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ASIക്ക് സസ്പെൻഷൻ. പേരൂർക്കട ASI പ്രസന്നിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അന്യായമായി യുവതിയെ തടങ്കലിൽ വെച്ച സംഭവത്തിലാണ് ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തത്. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്റ്റേഷനിൽ വെച്ച് പ്രസന്നൻ തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് ബിന്ദു പരാതിപ്പെട്ടിരുന്നു. ഇനിയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാകും നടപടി. കേസിൽ പേരൂർക്കട SI പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു. മനുഷ്യാവകാശവും നിയമവും ചട്ടവും കാറ്റിൽ പറത്തി ഒരു രാത്രി മുഴുവനും ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തി അധിക്ഷേപിച്ചു. മാലമോഷണം നടന്ന വീട്ടിൽ തെരച്ചിൽ നടത്താതെയാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരം വീട്ടിൽ വിളിച്ചറിയിക്കാൻ പോലും പോലീസ് തയ്യാറാകാതെ ഒരു രാത്രി മുഴുവനും സ്റ്റേഷനിൽ പാർപ്പിച്ചു. പിറ്റേ ദിവസം മാല കണ്ടെത്തിയ വിവരം പരാതിക്കാരി പോലീസിൽ അറിയിച്ചിട്ടും ബിന്ദുവിനെ വിട്ടയക്കാൻ തയ്യാറായില്ല. ചെയ്യാത്ത കുറ്റത്തിന് അപമാനം നേരിട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. തുടർന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിന് പിന്നാലെയാണ് മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി വകുപ്പ് തല നടപടിക്ക് ഉത്തരവിട്ടത്. അതേസമയം ബിന്ദുവിന്റെ പരാതിയിലും അന്വേഷണം നടക്കും. DGPക്ക് നൽകിയ പരാതി ACPക്ക് കൈമാറി. പരാതിക്കാരി ഓമന ഡാനിയലിനെയും ചോദ്യം ചെയ്യും. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷബീർ, ജാഫർ, നിയാസ് എന്നിവർക്കായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ വീട്ടിൽ നിന്നും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് 21-കാരനായ അനൂസിനെ തട്ടിക്കൊണ്ടുപോയത്. ബൈക്ക് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നെങ്കിലും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഗൾഫിലുള്ള അനൂസിന്റെ സഹോദരൻ അജ്മൽ റോഷനുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. അജ്മൽ 1.5 മാസം മുമ്പ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞിരുന്നു. പ്രതികളെത്തിയ മലപ്പുറം കാറിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ജനം, കോഴിക്കോട്. എരുമേലിയിൽ അമിതവില ചോദ്യം ചെയ്ത തീർത്ഥാടകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത പോലീസ്. അക്രമിക്കെതിരെ മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. തിരൂരങ്ങാടി സ്വദേശി സുമേഷ് നൽകിയ പരാതിയിലാണ് നടപടി.
കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നടപ്പന്തലിന് സമീപം അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകരെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്ത സംഭവം ജനം ടിവിയാണ് പുറത്തുവിട്ടത്. കയ്യേറ്റത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ എരുമേലി പോലീസ് കേസെടുത്തു. തിരൂരങ്ങാടി സ്വദേശി സുമേഷാണ് കയ്യേറ്റത്തിനിരയായത്. കണ്ടാലറിയാവുന്നയാൾക്കെതിരെയാണ് കേസ്. മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി. തീർത്ഥാടകനെ ചീത്ത വിളിക്കുകയും പിടിച്ചു തള്ളുകയും പുറത്തു മർദ്ദിക്കുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. എരുമേലി വലിയമ്പലം നടപ്പന്തലിലെ B4 ബാർ 2 എന്ന നമ്പറിട്ട കടയിൽ നിന്നാണ് ശബരിമല തീർത്ഥാടകന് മർദ്ദനമേറ്റത്. എരുമേലി സ്വദേശി നന്ദു അഖിൽ എന്നയാളുടെ പേരിലാണ് ഈ കടയുടെ ലൈസൻസ്. അബ്ദുൾ ഷമീൻ, റസൽ എന്നിവർ പങ്കാളികളാണ്. സംഭവത്തിന് പിന്നാലെ ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ കട അടപ്പിച്ചിരുന്നു. സംഭവം നടന്ന ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകിയ ശേഷം സുമേഷ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. വിശദമായ പരാതി ഇമെയിൽ വഴി വാങ്ങിയതിനു ശേഷമാണ് എരുമേലി പോലീസ് കേസെടുത്തത്. ജനം, കോട്ടയം. കൊല്ലത്ത് സുനാമി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിവന്ന 3 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് ലഹരി മരുന്ന്, ഗുളികകളും കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലിയവിള സുനാമി ഫ്ളാറ്റിൽ കുട്ടപ്പായി എന്ന് വിളിക്കുന്ന ജോർജ്, വാളത്തുങ്കൽ കോട്ടയിൽ വീട്ടിൽ വിഷ്ണു, വടക്കേവിള സ്വദേശി അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. മയ്യനാട് നിന്നുമാണ് എക്സൈസ് സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവും 20 ലഹരി മരുന്ന് ഗുളികകളും കണ്ടെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതികളെ നേരത്തെ തന്നെ എക്സൈസ് സംഘം നിരീക്ഷിച്ചിരുന്നു. മയ്യനാട് വലിയവിള സുനാമി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം. സർക്കാർ മാറ്റിപ്പാർപ്പിച്ച നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി സുനാമി ഫ്ളാറ്റുകളിൽ കഴിയുന്നത്. ഇവിടെയുള്ള യുവാക്കളെയും കുട്ടികളെയുമാണ് പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നത്. കാലങ്ങളായി ഈ മേഖലയിൽ ലഹരി കച്ചവടം നടത്തി വന്നിരുന്നവരാണ് പ്രതികൾ. ചാത്തന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ S. സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. കൈക്കൂലി കേസിൽ ED ഉദ്യോഗസ്ഥനെതിരായ കേസിൽ ഇരുട്ടിൽ തപ്പി വിജിലൻസ്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് SP S. ശശിധരൻ പറഞ്ഞു. പരാതിക്കാരന്റെ മൊഴിയിലാണ് ED ഉദ്യോഗസ്ഥനെ 1-ാം പ്രതിയാക്കിയതെന്നും വിജിലൻസ് വ്യക്തമാക്കി. കേസൊതുക്കാൻ ED ഉദ്യോഗസ്ഥർ 2 കോടി രൂപ ഏജന്റുമാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയത്. എന്നാൽ ED ഉദ്യോഗസ്ഥനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ വിജിലൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് വിജിലൻസ് റേഞ്ച് SP S. ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിയതെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വിജിലൻസ് SP S. ശശിധരൻ പറഞ്ഞു. അന്വേഷണത്തിലാണ് ഞങ്ങൾ CCയുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. FS റിപ്പോർട്ട് അതിപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയാൻ കഴിയില്ല. അധികം വൈകാതെ കിട്ടുന്ന പ്രതീക്ഷ. അത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പരിശോധിക്കണം. അത് ED ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ തള്ളി ED വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു. കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിടുന്ന അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ED വ്യക്തമാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം ആവശ്യപ്പെട്ടതിന്റെയോ അറസ്റ്റിലായ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടതിനോ തെളിവുകളില്ല. ഇതോടെ EDയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച വിജിലൻസ് ഇരുട്ടിൽ തപ്പുകയാണ്. ജനം, കൊച്ചി. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. തുമ്പമൺതൊടി സ്വദേശി സുജിനാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റിരുന്നു. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ
ദിവസം രാത്രി തുമ്പമൺതൊടി കാരർക്കുന്നതിന് സമീപമാണ് സംഭവം. രാത്രി 10:30 പ്രതികളിൽ 2 പേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുകൂട്ടരും പിരിഞ്ഞുപോയി. 11 മണിയോടെ തുമ്പമൺതൊടിയിൽ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ചതിനു ശേഷം മടങ്ങിയ സുജിനെയും അനന്തുവിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തി. തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിലാണ് കുത്തിയത്. രണ്ടുപേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികളെന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന, ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ 5 പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, മഹി, വിജയ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രദേശത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോഴും പ്രതികൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന്റെ മുൻവൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി എന്ന് എഫ്ഐആറിൽ പറയുന്നു. സുജിനെ കുത്തിയത് 1-ാം പ്രതി സൂര്യജിത്താണ്. 3 പ്രതികൾ ചേർന്ന് കുത്താനായി ബലമായി പിടിച്ചു വെച്ചു കൊടുത്തു. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനെ കുത്തിയത് 2-ാം പ്രതിയായ ലാലു. പരിക്കേറ്റ അനന്തു ചികിത്സയിൽ തുടരുകയാണ്. ഇരുവരെയും കൊലപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം. കോഴിക്കോട് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 300 ഗ്രാം MDMAയുമായി യുവാക്കൾ പിടിയിലായി. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശികളായ നവാസ്, ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും ഫറൂഖ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പൊക്കുന്ന് സ്വദേശി നവാസ്, കൊളങ്ങര പീടിക സ്വദേശി ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. രാമനാട്ടുകര പാലത്തിനടിയിൽ വെച്ച് ഫറൂഖ് പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കൊണ്ടോട്ടി ഭാഗത്തു നിന്നും അമിത വേഗതയിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ടാറ്റ സഫാരി വാഹനത്തിലാണ് ഇവർ എത്തിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിനെ വെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച കാർ വളരെ സാഹസികമായാണ് പോലീസ് തടഞ്ഞു നിർത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വൻ അളവിൽ MDMA എത്തിക്കുന്നതിൽ പ്രധാനിയാണ് നവാസ് എന്ന് പോലീസ് പറഞ്ഞു. ഏറെ നാളായി പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു നവാസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കോഴിക്കോട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം. നിയന്ത്രിക്കാനെത്തിയ പോലീസുകാരന് കുത്തേറ്റു. ഗൈനക്കോളജി വാർഡിൽ അഡ്മിറ്റായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സ്വന്തം ശരീരത്തിൽ മുറിവ് വരുത്തിയായിരുന്നു ഭീഷണി. ഇന്ന് രാവിലെയാണ് സംഭവം. തൃശൂർ നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് സ്പിരിറ്റ് വാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്നത്. എക്സൈസ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ പിക്കപ്പ് ഡ്രൈവർ അതിവേഗം വാഹനം ഓടിച്ചുപോയി. പിന്നാലെ എക്സൈസ് സംഘവും പാഞ്ഞു. സ്പിരിറ്റ് വാഹനം കിഴക്കേക്കോട്ട കുട്ടനെല്ലൂർ വഴി കുരിയച്ചിറ സംസ്ഥാന പാതയിലേക്ക് എടുത്തു. എക്സൈസ് സംഘവും പിന്നാലെ പിന്തുടർന്നു. ഒടുവിൽ കുരിയച്ചിറ സെന്ററിൽ വെച്ച് പിക്കപ്പ് വാനിനെ എക്സൈസ് വാഹനം വട്ടം നിർത്തി പിടികൂടുകയായിരുന്നു. ഇതിനിടെ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെട്ടു. വാഹനം പരിശോധിച്ചതിൽ നിന്നും 43 കന്നാസുകളിലായി സൂക്ഷിച്ച 2000-ഓളം ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചെടുത്തു. വാഹനത്തിന്റെ നമ്പർ പ്രകാരം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് വാഹനത്തിന്റെ RC ഓണർ. പക്ഷേ ഇത് സ്ഥിരീകരിക്കാനാവില്ലെന്നും നമ്പർ വ്യാജമായിരിക്കാമെന്നും എക്സൈസ് അറിയിച്ചു. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പിടികൂടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ജനം, തൃശൂർ. ചില സാങ്കേതിക പ്രശ്നം. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5180 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ വർഷം ഇതുവരെ 295 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്.
സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 5180 കേസുകളാണ്. 2021 മുതൽ 2025 മാർച്ച് മാസം വരെയുള്ള കണക്കുകളാണ് ഇത്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എതിരായ അക്രമം തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ് ഇത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2023 1313 കേസുകളാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2021 1081 കേസുകളും 2022 1222 കേസുകളും 2023 1313 കേസുകളും 2024 1269 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഈ വർഷം മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തത് 295 കേസുകളാണ്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കുറവ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2021 1081 കേസുകളാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാതി അധിക്ഷേപം, ആക്രമണം, വധശ്രമം തുടങ്ങിയ കേസുകളാണ് ഏറിയ പങ്കും. മതിയായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ കേസുകൾ തള്ളിപ്പോകാറാണ് പതിവ്. ഇത് ശിക്ഷാനിരക്കിൽ വലിയ തോതിൽ കുറവ് വരാനും കാരണമാകുന്നുണ്ട്. അതേസമയം വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമയ്ക്കുന്ന കേസുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. കേസിന്റെ എണ്ണം കൂടാൻ ഇതും കാരണമാകുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്. ജനം, തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം നിയന്ത്രിക്കാനെത്തിയ പോലീസ് കുത്തേറ്റു. ഗൈനക്കോളജി വാർഡിൽ അഡ്മിറ്റായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വന്തം ശരീരത്തിൽ മുറിവ് വരുത്തിയായിരുന്നു ഭീഷണി. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ രാത്രി 9:30 കോട്ടയം മെഡിക്കൽ കോളേജ് പ്രസവ വാർഡിൽ അഡ്മിറ്റായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒഡീഷ സ്വദേശി ഭരത് ചന്ദ്ര ആദി ഭീഷണി മുഴക്കിയത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഡിസ്ചാർജ് ചെയ്യാനാവില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതോടെ അക്രമാസക്തനായ ഇയാൾ സ്വയം ശരീരത്തിൽ കത്തി ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കി ആത്മഹത്യാ ഭീഷണി മുഴക്കി. അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ആത്മഹത്യാ ഭീഷണിയുമായി നിൽക്കുന്ന യുവാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ കൂടുതൽ അക്രമാസക്തനാവുകയായിരുന്നു. തുടർന്ന് യുവാവിന്റെയും സ്ഥലത്തുണ്ടായിരുന്ന മറ്റു രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സുരക്ഷയെ മുൻനിർത്തി പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴടക്കി കത്തിപ്പിടിച്ചു വാങ്ങി. ഇതിനിടെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ CPOമാരായ ദിലീപ് വർമ്മ, ലിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരുടെയും കൈപ്പത്തിക്കാണ് മുറിവേറ്റത്. പോലീസുകാരെയും അക്രമിയെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ജനം, കോട്ടയം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം.